കേരളത്തിന് ലഭിക്കേണ്ട ഗ്രാൻറ്റുകൾ തരുന്നുണ്ടോ? എന്നിട്ടാണ് ഇപ്പോൾ കേരളത്തിൻ്റെ അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ ഇങ്ങനെ വിമിഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ കരുതിയിരുന്നതും വിമർശകർ കരുതിയിരുന്നതും പ്രതിപക്ഷം കരുതിയിരുന്നതുമായ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല. CPI മുന്നണി വിട്ട് പുറത്തു വരുമെന്ന് ആഗ്രഹിച്ചിരുന്നു, നടന്നില്ല. ആ മനോവേദനയിലാണ് പലരും ഇപ്പോൾ പറയുന്നത് ഇത് CPM സർവാത്മന പരാജയപ്പെട്ടു അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളത്. ഇന്ന് രാവിലെ MA ബേബിയും ബിനോയ് വിശ്വവും രണ്ടുപേരും പ്രാതൽ കഴിച്ചതോടുകൂടി പ്രശ്നം കഴിഞ്ഞിരിക്കുന്നു. ഒരു പ്രാതലിനിടയിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ ഈ വിഷയം പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ. ശ്രീ ഹസ്കർ, ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് PM ശ്രീ പദ്ധതി നടപ്പാക്കലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇപ്പോൾ ഇത് നടപ്പാക്കുന്നില്ല എന്ന് കാണിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകണമെന്ന CPIയുടെ ശാഠ്യം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ നിലയിൽ പിണറായി വിജയൻ എടുത്ത ഒരു തീരുമാനത്തിൽ നിന്ന് അങ്ങനെ പിന്മാറാറുള്ളതല്ല. ഇവിടെ അദ്ദേഹം കോംപ്രമൈസിന് വിധേയനായിരിക്കുന്നു എന്ന് മാത്രമല്ല, CPI ഈ കാര്യത്തിൽ CPIയുടെ പോയിന്റ് വിജയിപ്പിച്ചിരിക്കുകയുമാണ്. അത് സാധാരണ നിലയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു പിന്മാറ്റമാണ് CPMന്റെ ഭാഗത്ത് നൽകി. പിണറായി വിജയൻ പേഴ്സണലായി തന്നെ എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിൽ നിന്നുള്ള പിന്മാറ്റമാണല്ലോ. അതെങ്ങനെ സംഭവിച്ചു എന്ന് താങ്കൾ വിചാരിക്കുന്നു? ഇതൊരു വലിയേട്ടൻ മനോഭാവത്തിന് ഏറ്റ തിരിച്ചടിയാണോ അതോ തന്ത്രപരമായ പിന്മാറ്റമാണോ? അഭിലാഷ, ഇതിലൊരു ജയപരാജയ തീരുമാനം അങ്ങനെയൊന്നും മാറ്റിയിരിക്കേണ്ട ആവശ്യമില്ല. കാരണം CPMന്റെ രൂപീകരണം തന്നെ CPIയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് 32 പേർ ഇറങ്ങി വന്നതിന് ശേഷം രൂപീകരിച്ചതാണ്. പക്ഷേ 1964 ശേഷം 15 കൊല്ലം കഴിയുമ്പോൾ 79 എത്തുമ്പോൾ CPIയുമായി ചേർന്ന് കേരളത്തിൽ ഒരു മുന്നണി സംവിധാനം രൂപപ്പെടുന്നു. 46 കൊല്ലമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടായിട്ട്. ഈ 46 കൊല്ലത്തെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചതിൽ പല വ്യത്യസ്ത അഭിപ്രായങ്ങളും CPM CPI ആയിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 7 കൊല്ലം സമാനമായിട്ടുള്ള സാഹചര്യം ശ്രീ തോമസ് ചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് CPI മന്ത്രിമാർ എടുത്തിട്ടുള്ളതാണ്, CPIയുടെ സംസ്ഥാന കൗൺസിൽ എടുത്തിട്ടുള്ളതാണ്. അതും പരിഹരിച്ചതാണ്. ഇപ്പോൾ സംഭവിച്ചത് എന്താ? നിങ്ങൾ കരുതിയിരുന്നതും വിമർശകർ കരുതിയിരുന്നതും പ്രതിപക്ഷം കരുതിയിരുന്നതുമായ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല. CPI മുന്നണി വിട്ട് പുറത്തു വരുമെന്ന് ആഗ്രഹിച്ചിരുന്നു, നടന്നില്ല. ആ മനോവേദനയിലാണ് പലരും ഇപ്പോൾ പറയുന്നത് ഇത് CPM സർവാത്മന പരാജയപ്പെട്ടു അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളത്. മുന്നണി സംവിധാനത്തിൽ എപ്പോഴും പരസ്പരം ചർച്ചകളുണ്ടാകും. ഒരു ജനാധിപത്യ സ്വഭാവത്തിൽ ഇത് ചർച്ചകളിലൂടെ പരിഹരിച്ചു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ MA ബേബിയും ബിനോയ് വിശ്വവും രണ്ടുപേരും പ്രാതൽ കഴിച്ചതോടുകൂടി പ്രശ്നം കഴിഞ്ഞിരിക്കുന്നു. ഒരു പ്രാതലിനിടയിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ ഈ വിഷയം പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ. കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർക്കൊരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല. അവർക്കൊരു വിഷയം ഏറ്റെടുക്കുന്നു, ആ വിഷയത്തെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ നിർത്താൻ കഴിയുന്നില്ല എന്ന വലിയ പരാജയത്തിലാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേരത്തെ ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ ഇത് കേരളം 3.0 എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് LDF നുള്ള സാധ്യതകൾ കൂടുന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലമായി നടപ്പിലാക്കി വന്നിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ മാറ്റം ഉണ്ടാക്കും. 33 ലക്ഷം സ്ത്രീകൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ പറയുന്നു 200ഓളം ആശമാർ കഴിഞ്ഞ കുറേ നാളുകളായി സമരം ചെയ്യുന്നു. 22,000 ചില്ലുവാന ആളുകളുള്ളടത്താണ് 200 പേരുടെ സമരത്തെ അത് നിസ്സാരവൽക്കരിച്ചല്ല കാണുന്നത്. പക്ഷേ അവർക്കിപ്പോൾ 1000 രൂപയുടെ ഓണറേറിയം അതും കുടിശ്ശികയടക്കം കൊടുത്തു തീർക്കാൻ ഒരു സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പിന്നെ കേരളം ഒരു അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നു. പല വികസിത രാജ്യങ്ങൾക്കും എന്തിന് സോഷ്യലിസ്റ്റ് കൺട്രീസിന് പോലും നാളിതുവരെ സാധിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ പറയുകയാണ് അതിദരിദ്രരുണ്ട്, ഇന്നയിടത്ത് അതിദരിദ്രരുണ്ട്, അവരെ ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങൾ കൊണ്ടെത്തിക്കാം. അത് പറയുന്നതാരാ? ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് പറയുന്നത് ഇന്ത്യയിൽ ദരിദ്രത ഇന്നടത്തൊക്കെ ഇരിപ്പുണ്ടെന്ന്. ഇത് സംസ്ഥാനത്തിന്റെ മാത്രമല്ല, കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന റവന്യൂവിന്റെ 63% കേന്ദ്രം കൊണ്ടുപോകുന്നത്. തിരിച്ചു വരുന്നു അല്ല ഹസ്കർ സാർ, അല്ല ഞാൻ പറയട്ടെ ഇത് എന്റെ സമയമല്ലേ മാഡം. കോർപ്പറേഷനിലുണ്ടെന്നാ പറഞ്ഞത്. ആരാ മാറ്റേണ്ടത് സാർ? അല്ല അത് ആയിക്കോട്ടെ. ഇതിലിപ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതിനപ്പുറത്ത് നമുക്ക് ഡേറ്റ ഒന്ന് പരിശോധിച്ചാൽ ഡേറ്റ ഒന്ന് പരിശോധിച്ചാൽ നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എ പ്രോഗ്രസ് റിവ്യൂ 2023 നീതി ആയോഗിന്റെ കണക്കാണ്. നീതി ആയോഗിന്റെ കണക്കനുസരിച്ച്, കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി ആഭിമുഖ്യത്തിലുള്ള നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ദാരിദ്ര്യം 2015-16 നിന്ന് 2019-21 എത്തുമ്പോഴേക്ക്
14.96 കുറഞ്ഞിട്ടുണ്ട്. ഈ ഇൻഡെക്സ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 2019-21 അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ഈ നീതി ആയോഗിന്റെ പ്രോഗ്രസ് റിവ്യൂ 2023 പറയുന്നതനുസരിച്ച് കേരളത്തിലാണ് ഏറ്റവും കുറവ് ദാരിദ്ര്യം. ആ റിപ്പോർട്ട് പറയുന്നത് കേരള ഹാസ് ലോവസ്റ്റ് 0.55% and Bihar has the highest 33.76% level of poverty എന്നാണ്. അതായത് ദാരിദ്ര്യം 33% ബീഹാറിലെങ്കിൽ കേരളത്തിൽ അത് 0.55% മാത്രമേ ഉള്ളൂ. കേരള ആ തരത്തിൽ നമ്മൾ പരമ്പരാഗതമായി തന്നെ കേരളത്തിന്റെ അതിദാരിദ്ര്യവും ദാരിദ്ര്യവും ഒക്കെ കുറഞ്ഞു വരികയാണല്ലോ. നമ്മളൊരു സോഷ്യലി ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ താരതമ്യം എന്ന് പറയുന്നത് നമുക്ക് ഈ നീതി ആയോഗിന്റെ ഡാറ്റയുടെ അടിസ്ഥാനത്തിലായിരിക്കും കുറച്ചുകൂടി ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ അവതരിപ്പിക്കാൻ കഴിയാന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് ഒരു ഇടവേള എടുക്കുന്നതിന് മുമ്പ് ഒരു വാചകം കൂട്ടിച്ചേർത്തോളൂ ശാസ്കർ. കേരളത്തെ 63% റവന്യൂ കേന്ദ്രം കൊണ്ടുപോകുമ്പോൾ തിരിച്ചു വരുന്ന 41%. സെസ്സിന്റെ ഇനത്തിൽ എത്ര കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്നത്? ഏതെങ്കിലും സെസ്സിന്റെ വിഹിതം കേരളത്തിന് വരുന്നു? കേരളത്തിന് ലഭിക്കേണ്ട ഗ്രാന്റുകൾ തരുന്നുണ്ടോ? എന്നിട്ടാണ് ഇപ്പോൾ കേരളത്തിന്റെ അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ ഇങ്ങനെ വിമിഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. കേരളം ഇല്ലാതാകണമെന്നാണ് നിങ്ങൾ അതൊക്കെ പൊളിറ്റിക്സ് ആണ്. എനിക്ക് ഒരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മാത്രമേ ഉള്ളൂ.